വർഷമായി സൗദി ദമാമിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശിയായ മനോജ് താമസിക്കുന്ന മുറിയിലുള്ള ആളുകൾ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും അവിടെ ജയിലിലാവുകയും ചെയ്തു. 6 മാസമായ അദ്ദേഹത്തിൻ്റെ ശിക്ഷാ കാലാവധി അദ്ദേഹം പൂർത്തിയാക്കിയെങ്കിൽ പോലും ഇപ്പോഴും ജയിൽ മോചിതനായിട്ടില്ല. മനോജിൻ്റെ അഭാവത്തിൽ വീട്ടിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഭാര്യ ലിജി. കൂടുതൽ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. മനോജ് എത്ര കാലമായിട്ട് ഗൾഫിലുണ്ട്? 8 വർഷമായി. 8 വർഷം. ഈ ഒരു കുട്ടിയുള്ളോ? അല്ല, മോളോടുണ്ട്. മോളുണ്ട്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ലിജി. 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 ഇവിടെ എന്തായിരുന്നു പണി? ഇവിടെ വെൽഡിങ്ങിൻ്റെ പണിയൊക്കെ ആയിരുന്നു. ഡൽഹിയിൽ ഈ ഫ്ലോറിങ്ങിൻ്റെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. എവിടെ? ഡൽഹിയിലുണ്ടായിരുന്നു. എത്ര കാലം ഉണ്ടായിരുന്നു? ഡൽഹിയിൽ ഒരു 4-5 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് കുവൈറ്റിൽ പോയിട്ടാണ്. കുവൈറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? കുവൈറ്റിൽ 2 വർഷം. എന്നിട്ട് സൗദിയിൽ വന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടാണ് ഇപ്പം സൗദിയിൽ പോയത്. സൗദിയിൽ എവിടെയാ? ദമാമില് റിയാദിലും ഹൈലിലും ഒരു കമ്പനി ഇട്ടാണ് ഈ 8 വർഷം കൊണ്ട്. ഏതാ കമ്പനിയുടെ പേര്? ഫ്ലോറിങ് എക്സ്പോസി ഫ്ലോർ ക്ലീനിങ് എന്ന് അങ്ങനെ കമ്പനിയുടെ പേര്. ഇയാൾ വെൽഡറായിട്ടാണ്? അല്ല, അവിടെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക്. ഇയാളിപ്പോൾ എങ്ങനെയാണ് ഈ പരിപാടിയിൽ പെട്ടത്? അണ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയായിരുന്നു, മലപ്പുറത്തു നിന്നൊക്കെ. അപ്പോൾ അതിലൊരാൾ അണ്ണൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് റോഡിൽ കിടക്കുമായിരുന്നു ലഹരി ഉപയോഗിച്ചിട്ട്. അപ്പോൾ വണ്ടി ഉൾപ്പെടെ പിടിച്ചുടനെ മദ്യമാണോ അതോ മറ്റേതാണോ? ഡ്രഗ്സ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് അണ്ണൻ പറഞ്ഞുള്ള അതിനു മുമ്പ് 6 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് എടുത്തതാണ്. അത് കാരണമാണ് ഇപ്പോൾ ജയിലിൽ പോയത്. അത് വെച്ചിട്ടാണ് അവർ വണ്ടി എടുത്തിട്ട് അന്നേരം റൂമിൽ കൊണ്ടുവന്ന് കഴിച്ച ആളിനെ പിടിച്ചപ്പോൾ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഇവർ 4 പേരും കൂടെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ ഉറങ്ങിയ കൂട്ടരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ 5 പേര് ജയിലായത്. ഈ ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന റൂമാണോ അത്? റൂമിൽ വെച്ചല്ല ഉപയോഗിച്ചെന്നാ പറഞ്ഞത്. അപ്പം വെളിയിലെങ്ങാണ്ട് വെച്ച് കഴിച്ചിട്ട് വണ്ടിയിൽ കിടക്കുകയായിരുന്നു. ഈ മലപ്പുറത്ത് ഈ ഇതിന് പിടിച്ച ആളെ പേരറിയോ? പേരെനിക്കറിയത്തില്ല. അറിയില്ല. അയാളിപ്പോൾ ജയിലിലുണ്ട്. ഈ 4 പേരും ഉണ്ട്. അതിൽ 3 പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഭർത്താവ് എന്താ ഇറങ്ങാതെ? 6 മാസത്തേക്കാ വിധിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അറിയില്ല. 6 മാസത്തേക്കാണ് നിങ്ങളെ ഭർത്താവിന് വിധിച്ചത്. കോടതി ഇപ്പോൾ എത്ര മാസമായി? ഇപ്പം ജൂലൈ 29 ആകുമ്പോൾ 1 വർഷമാകും. അപ്പോൾ എന്താ ഇറങ്ങാത്തത്? അതിനെപ്പറ്റി അറിയില്ല. അണ്ണൻ വിളിക്കുന്നുണ്ടെങ്കിൽ അണ്ണനും അറിയില്ല എന്താ ഇറങ്ങാൻ പറ്റാത്തതെന്ന്. അങ്ങനെ എംബസിയിലൊക്കെ ഒരുപാട് മെയിൽ അയക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ അയച്ചു എന്ന് പറഞ്ഞപ്പം അവരാരും അന്വേഷിക്കാൻ ചെന്നിട്ടില്ല. പിന്നെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എവിടെ? ഇല്ല. അജിത് കൊളാശ്ശേരി എന്ന് പറഞ്ഞിട്ട് ആളുണ്ട് നോർക്ക റൂട്ട്സിൽ. അയാളെ പോയിട്ട് കാണുക. എന്നിട്ട് ഇങ്ങനെ കാലാവധി കഴിഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്ന ആളാണെന്ന് പറയും. ഇപ്പം വയ്യ, ബ്രസ്റ്റിനകത്തൂടെയൊക്കെ ബ്ലഡ് വരികയൊക്കെ ചെയ്യും. അവർ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എന്നെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞത്. അവിടെ ഇപ്പോൾ ആരാണ് നിങ്ങൾക്ക് വേറെ വല്ലവരുള്ള സഹായത്തിനുള്ളത്? എവിടെ? റിയാദിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ല, ഇല്ലില്ല, ആരും അങ്ങനെ. ആദ്യം വിളിക്കാതൊക്കെ ഇരുന്നപ്പോൾ സലീം എന്ന് പറയുന്ന അഞ്ചലുള്ള ഒരാളിനെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ റൂമിൽ നിന്ന് അവരെ കൊണ്ടുപോയിന്ന്. അപ്പോൾ റൂമിൽ കുറേ സാധനങ്ങളുണ്ട്, പൈസയൊക്കെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് റിയാസ് എന്ന് പറയുന്നൊരു കൂട്ടുകാരനോട് എനിക്ക് നമ്പർ തന്നിട്ട് ഞാൻ ആളിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ റിയാസ് സാധനങ്ങളും എല്ലാം എടുത്തു, പൈസ എല്ലാം മേടിച്ച് കഴിഞ്ഞ് റിയാസ് പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തു. പിന്നെ ആ റിയാസുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല. അമ്മ എന്താ പറയണത്? അമ്മ അമ്മയാണ്? മനോജിൻ്റെ അമ്മയാണ്. വേണ്ട ഒന്നും പറയണ്ട. എത്ര മക്കളാ അമ്മയ്ക്ക്? 3. ചേർത്തല്ല പഠിക്കണം? 6. എൻ്റെ സിസ്റ്റർ ഇല്ലേ? മൂത്തതാണോ? എത്രല്ല? 9. താൻ 6 അല്ലേ? ഒന്നും പറയണ്ട. അമ്മയും ചേച്ചി എന്നെയും എല്ലാവരെയും അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ്. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യത്തില്ല. അച്ഛനെ കാണണം അല്ലേ? ഈ 8 വർഷമായിട്ട് വന്നിട്ടേ ഇല്ല? ഇതുവരെ നാട്ടിൽ വന്നിട്ടില്ല 8 വർഷമായിട്ട്? ഇല്ല. അവിടെ കമ്പനിയൊക്കെ ഇടുന്നോണ്ട് അതിന് ഏൽപ്പിച്ചിട്ട് വരാൻ ആളില്ലായിരുന്നു. അപ്പോൾ ഈ 3 കമ്പനിയൊക്കെ ഇട്ട് അതിന് ഇവിടുന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടുപോകേണ്ട അത് ശരിയാക്കിയിട്ട് വരാൻ വേണ്ടി. സ്വന്തം കമ്പനി. അറബി ഉണ്ടാവില്ലേ സ്പോൺസർ? അയാൾ ഒന്നും ഇടപെട്ടില്ല? ഇല്ല, ഇടപെട്ടില്ലെന്നാണ് അണ്ണൻ പറഞ്ഞത്.
മനോജ് 8 വർഷം സൗദിയിൽ ജീവിച്ചിട്ടും നാട്ടിൽ വരാൻ കഴിയാത്ത ഒരാളാണ്. ഒരു ചെറിയ സംരംഭകനാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലായത്. സ്വന്തമായിട്ട് ഒരിടം കണ്ടെത്താനും ചെറിയ ഒരു ബിസിനസ് സ്ഥാപനം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ദുരന്തം അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹത്തെ 6 മാസത്തിനാണ് ശിക്ഷിച്ചത് എന്നാണ് ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷെ 1 വർഷമായിട്ടും അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പല കേസുകളിലും നമ്മളിൽ കണ്ടിട്ടുള്ളതാണ്. ജയിൽവാസം നിശ്ചയിക്കപ്പെട്ട ഡേറ്റ് കഴിഞ്ഞിട്ടും പുറത്തു വരാൻ പറ്റാത്ത നിരവധി മനുഷ്യരുടെ കഥകൾ നമുക്കറിയാം. ആരും അവരെ ഇറക്കാനുണ്ടാവില്ല, അവരെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലുണ്ടാവില്ല. എംബസിക്കൊന്നും ആ പണിയല്ലല്ലോ ഉള്ളത്. എംബസിക്ക് വേറെ കുറേ പണികളുള്ള ആളുകളല്ലേ. ഈ പാവപ്പെട്ട ആളുകളെ, ഈ അത് ജയിലിൽ കിടക്കുന്ന ആളുകളെ കണക്കൊന്നും അവരേൽ ഉണ്ടാവില്ല. ഒരു കണക്കും അവരേലില്ല. കണക്കൊക്കെ നമ്മളേലുണ്ടാവണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. വലിയ ലക്ഷങ്ങൾ അവർ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ മേടിക്കുന്നുണ്ട്. ആയിരങ്ങളാണ് മേടിക്കുന്നത്, ആയിരങ്ങൾ. 3-5 വർഷമായിട്ട് 1-2 പൈസ അല്ല പാസ്പോർട്ട് പുതുക്കാനും കേടുവന്ന ഈ പൗരന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, ജീവൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇവർക്ക് പ്രശ്നമല്ല. അത് ഏത് ഗവൺമെൻറ് വന്നാലും, ഞാൻ 25 കൊല്ലമായി ഈ ചെയറിലിരുന്ന് പറയാൻ തുടങ്ങിയിട്ട്, ഏത് ഗവൺമെൻറ് വന്നിട്ട് ഇത് തന്നെയാണ്. ഒരു ഗവൺമെൻറ് മാത്രമല്ല. അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ അതല്ലല്ലോ മനോജിൻ്റെ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും വലിയ സങ്കടമുണ്ട്. അത് മാത്രമല്ല, മനോജിൻ്റെ കുടുംബം, കുഞ്ഞു മക്കൾ പഠിക്കുന്ന 9ലും 6ലൊക്കെ പഠിക്കുന്ന മക്കളാണുള്ളത്. പ്രവാസികൾ ഇതറിയേണ്ടതാണ്. ഇത്തരത്തിലുള്ള സംരംഭത്തിൽ ഏർപ്പെടുന്ന ആളുകളെ, അതല്ല തൊഴിലാളിയായാലും, സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ദമാമിലെ മലയാളികൾ ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലായിരിക്കും. അവർക്ക് ഈ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടൊന്നും ബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ ജയിലിൽ കിടന്നാൽ അവിടെ കിടക്കുക, മറ്റാരും ശ്രദ്ധിക്കാനില്ലാത്ത രീതിയിൽ. അതാണ് 1 കൊല്ലമായിട്ട് മനോജിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളാണ് ആലോചിക്കേണ്ടത്. നാസ് വക്കത്തെ പോലെ എപ്പോഴും പ്രവാസികൾ ജയിലിൽ കഴിയുമ്പോൾ അവരുടെ സഹായത്തിനെത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ് നാസ്. എൻ്റെ സുഹൃത്താണ്. നാസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ട് ജയിലിലാണെന്നാണ് റഫീഖ് റാവുത്തർ പറഞ്ഞത്. അതായത് ഈ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളെ കണക്കാക്കുന്നത്. നാസ് ഈ കാര്യത്തിൽ, മനോജിൻ്റെ കാര്യത്തിൽ ഇടപെടണം. എന്തുകൊണ്ടാണ് ദമാമിൽ നാസ് ജയിലിൽ കിടക്കുന്നത് എന്ന്, കാലാവധി കഴിഞ്ഞിട്ടും പുറത്തു വരാൻ പറ്റാതെ എന്തുകൊണ്ട് കിടക്കുന്നു എന്നുള്ളത് ഒന്ന് അന്വേഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നാസിനെയാണ് ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ കാണുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള സംഘടനകളെ, സുഹൃത്തുക്കളെ എല്ലാം കൂട്ടി ചേർത്ത് പിടിക്കാൻ നാസിനെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുപോലെ പ്രവാസ ലോകം പ്രവർത്തകരും മനോജിൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടണം. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അവിടെ ചെയ്യാനുള്ള പ്രധാന ഇതുകൾ. സെമിനാറൊക്കെ നടത്താമല്ലോ, ഒന്നും യാതൊരു വിരോധമില്ല. സെമിനാറും ഇതൊക്കെ നടക്കാം. അതിൻ്റെ കൂടെ ഇത്തരം ഹതഭാഗ്യരെക്കുറിച്ച് കൂടി നമ്മൾ അറിയണം. അതാണ് പ്രവാസി പ്രവർത്തകർ പ്രധാന ചുമതലയായിട്ട് കാണുന്നത്. ഈ കുടുംബമൊക്കെ ആയിട്ട് സംസാരിച്ചതിൽ നിന്ന് അവരുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി. 8 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും, 6ാം ക്ലാസ്സുകാരൻ, അച്ഛൻ അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ തൻ്റെ പിതാവിനെ കാത്തിരിക്കുന്ന ചെറിയ കുട്ടി. ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരിറ്റ് സ്നേഹത്തിൻ്റെ ഇത് നിങ്ങളിൽ നിന്നുണ്ടാവണം, എല്ലാ പ്രവാസികളിൽ നിന്നും. മനോജിനെ ജയിലിൽ നിന്ന് മോചിതരാക്കി നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക. നമ്മൾ മാക്സിമം ശ്രമിക്കും കേട്ടോ, മാക്സിമം ശ്രമിക്കും. മനോജ് തിരിച്ചു വരും. കാരണം ആൾ നിങ്ങളായിട്ട് ഫോൺ ചെയ്യുന്നത്, സംസാരിക്കുന്നത്, വിഷയങ്ങൾ പറയുന്നത്, മനോജിന് സുഖമില്ല എന്ന് കൂടി അവരിപ്പോൾ പല പ്രാവശ്യമായി പറയുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനോജിനെ ഇറക്കി കൊണ്ടുവരാൻ ദമ്മാമിലെ
പ്രവാസലോകം പ്രവർത്തകരും സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും എല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.